നമസ്കാരം. അപ്പോൾ നിങ്ങളൊരു ടീച്ചറാണോ? ഈ AI ഒക്കെ ക്ലാസ്സിലൊന്ന് ഉപയോഗിച്ചു നോക്കാമെന്ന് കരുതിയിട്ട് നിങ്ങളൊന്ന് ചോദിക്കുമ്പോൾ അത് വേറെന്തെങ്കിലും മറുപടി തരുന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ടോ? ശരിക്കും ഒരു തലവേദനയാണല്ലേ? നിങ്ങൾ ഒരു വഴിക്കും AI വേറെ വഴിക്കും. വിഷമിക്കേണ്ട. ആ ഒരു നിരാശ മാറ്റാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഗൈഡാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് പ്രധാന ചോദ്യം. AI നിങ്ങൾക്ക് ശരിക്കും തെറ്റായ ഉത്തരങ്ങളാണോ തരുന്നത്? സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണല്ലേ? നമ്മൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കും, AI വേറെന്തോ ലോകത്തായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതെപ്പോഴും AIയുടെ മാത്രം കുഴപ്പമാവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന രീതിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മതിയാകും. ഈ ഒരു വാചകം നോക്കൂ. ഇത് ശരിക്കും AI-യുടെ കാര്യത്തിൽ 100% ശരിയാണ്. AI എന്ന് പറയുന്നത് ഒരു ഭയങ്കര പവർഫുൾ ടൂളാണ്, ഒരു സംശയവുമില്ല. പക്ഷേ നല്ലൊരു ടൂള് കയ്യിൽ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അല്ലേ? അതെങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്നറിയുന്നതിലാണ് ശരിക്കുള്ള കഴിവിരിക്കുന്നത്. അപ്പോൾ AIയെ കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു സൂപ്പർ പവർ ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് പ്രോംപ്റ്റിംഗ്. സിമ്പിളായി പറഞ്ഞാൽ AIയോട് എങ്ങനെ സംസാരിക്കണമെന്നുള്ള കല. ഈ ഒരു സ്കില്ല് നമ്മൾ പഠിച്ചെടുത്താൽ പിന്നെ AI നമ്മുടെ കയ്യിലിരിക്കും. നമ്മൾ പറയുന്നത് എന്തും കേൾക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരാളോട് വെറുതെ സ്റ്റേഷനിലേക്ക് വാ എന്ന് പറഞ്ഞാൽ അയാൾ എവിടെ എത്തും? കൺഫ്യൂഷനായില്ലേ? പക്ഷെ അതിനു പകരം എറണാകുളം സൗത്ത് സ്റ്റേഷനിലെ 2 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വാ എന്ന് കൃത്യമായി പറഞ്ഞാലോ ആള് കറക്റ്റ് സ്ഥലത്തെത്തും. കണ്ടില്ലേ ആ ക്ലാരിറ്റിയിലുള്ള വ്യത്യാസം? AIയുടെ കാര്യവും ഇതുതന്നെയാണ്. നമ്മുടെ നിർദ്ദേശങ്ങൾ, അതായത് പ്രോംപ്റ്റ്, എത്രത്തോളം ക്ലിയർ ആവുന്നോ അത്രയ്ക്കും അടിപൊളി ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. അപ്പോ എങ്ങനെ ഒരു പ്രൊഫഷണലിനെ പോലെ പ്രോംപ്റ്റ് ചെയ്യാം? അതിനുവേണ്ടി നമുക്ക് നമ്മുടെ പ്രോംപ്റ്റിംഗ് ടൂൾ ബോക്സ് ഒന്ന് തുറക്കാം. റെഡിയാണോ? പ്രത്യേകിച്ച് അധ്യാപകർക്ക് ക്ലാസ്സിൽ ഉടൻ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന 6 കിടിലൻ ടെക്നിക്കുകളാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ ടൂൾ ബോക്സിനുള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ സാഹചര്യം എങ്ങനെ വ്യക്തമാക്കാമെന്ന് പഠിക്കും. പിന്നെ നല്ല ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് AIയെ പഠിപ്പിക്കും. അവസാനം ഒരു മാസ്റ്റർ ടെക്നിക്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടന്നാലോ? ഓക്കെ, ആദ്യത്തെ ഭാഗം സാഹചര്യം വ്യക്തമാക്കൽ. അതായത് നമ്മൾ ചോദിക്കുന്ന കാര്യത്തിന്റെ പശ്ചാത്തലവും അതിന്റെ ഘടനയുമൊക്കെ AIക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ ടൂളാണ് കോണ്ടെക്സ്റ്റ് പ്രോംപ്റ്റിംഗ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? നമ്മൾ AIയോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന്റെ മുഴുവൻ പശ്ചാത്തലം, അതായത് കോണ്ടെക്സ്റ്റ്, കൂടെ കൊടുക്കുക. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി, എന്താണ് സാഹചര്യം എന്നൊക്കെ പറയുന്ന പോലെ. ഈ ഉദാഹരണം നോക്കൂ. വെറുതെ എനിക്ക് 40 ചോദ്യങ്ങൾ വേണം എന്ന് പറയുന്നതിന് പകരം നമ്മളിവിടെ എന്തൊക്കെയാ പറയുന്നത്? 1000 പേരിൽ നിന്ന് 100 പേരെ തിരഞ്ഞെടുക്കാനാണ്, പരീക്ഷ എഴുതുന്നത് ഡിഗ്രി കഴിഞ്ഞവരാണ്, അവരുടെ ലോജിക്കൽ റീസണിങ്ങും അനലിറ്റിക്കൽ എബിലിറ്റിയുമാണ് അളക്കേണ്ടത്. കണ്ടോ? ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ AIക്ക് കാര്യം വ്യക്തമായി. അപ്പോൾ കിട്ടുന്ന ഉത്തരവും അതുപോലെ പെർഫെക്റ്റ് ആയിരിക്കും. ഇതാണ് കോണ്ടെക്സ്റ്റ് പ്രോംപ്റ്റിംഗിന്റെ പവർ. ഓക്കെ, അപ്പോൾ കോണ്ടെക്സ്റ്റ് കൊടുക്കാൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ടൂൾ, റോൾ പ്രോംപ്റ്റിംഗ്. ഇത് കുറച്ച് രസമുള്ള പരിപാടിയാണ്. നമ്മൾ AIക്ക് ഒരു റോൾ അങ്ങ് കൊടുക്കുകയാണ്. അതായത് ഇന്നയാളായിട്ട് സംസാരിക്കണമെന്ന് പറയാം. ഒരു നടനോട് ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറയുന്നത് പോലെ. ദാ ഈ ഉദാഹരണത്തില് നമ്മൾ AIയോട് ഒരു BA ഇംഗ്ലീഷ് പ്രൊഫസറായി മാറാനാണ് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? വെറുതെ മാക്ബത്തിനെ പറ്റി പറയുന്നതിനു പകരം ഒരു പ്രൊഫസർ എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് ആ ഒരു ഗൗരവത്തില്, ആ ഒരു ഭാഷയില്, ആ ഒരു ആഴത്തില് AI നമുക്ക് ഉത്തരം തരും. ശരിക്കും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണം. കിട്ടുന്ന മറുപടി കണ്ട നിങ്ങൾ ഞെട്ടും. ഓക്കെ, നമ്മുടെ അടുത്ത ടൂളാണ് സ്ട്രക്ചേർഡ് പ്രോംപ്റ്റിംഗ്. ഇവിടെ നമ്മൾ AIയോട് എന്ത് വേണം എന്ന് മാത്രമല്ല പറയുന്നത്, കിട്ടുന്ന ഉത്തരം ഏത് ഫോർമാറ്റിൽ വേണം, അതിന്റെ ഘടന എങ്ങനെയായിരിക്കണമെന്നും കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ഓർഡർ കൊടുക്കുന്ന പോലെ. ഈ ഉദാഹരണം നോക്കിയാൽ കാര്യം പിടികിട്ടും. ലിമിറ്റ്സ് എന്ന വിഷയത്തിൽ ഒരു ലെസൺ പ്ലാൻ വേണം. പക്ഷെ അതിലെന്തൊക്കെ വേണം? 1. ആശയം വിശദീകരിക്കണം. 2. ക്ലാസ്സിൽ പറയാനുള്ള ഉദാഹരണം വേണം. 3. കുട്ടികൾക്കുള്ള ഒരു ആക്ടിവിറ്റി. 4. 3 ചോദ്യങ്ങൾ. ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റായി നമ്മൾ ഫോമാറ്റ് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ലെസൺ പ്ലാൻ അതുപോലെ തന്നെ ക്ലാസ്സിൽ ഉപയോഗിക്കാം. എത്ര സമയമാണ് ലാഭിക്കാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ ആദ്യത്തെ 3 ടൂളുകൾ സെറ്റായി. ഇനി നമുക്ക് ടൂൾ ബോക്സിലെ അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇവിടെ നമ്മൾ AIക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയല്ല, പകരം ഉദാഹരണങ്ങൾ കാണിച്ചുകൊടുത്ത് പഠിപ്പിക്കാൻ പോവാണ്. ശരിക്കും ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന പോലെ. ഇതിലെ ആദ്യത്തെ ടെക്നിക്കാണ് വൺ ഷോട്ട് പ്രോംപ്റ്റിംഗ്. സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ AIക്ക് ഒരൊറ്റ ഉദാഹരണം, ഒരു സാമ്പിള് കാണിച്ചു കൊടുക്കുന്നു. എന്നിൽ പറയും, ദാ ഇതുപോലെ ചെയ്താൽ മതി. ദാ ഈ ഉദാഹരണം നോക്കൂ.
നമ്മൾ ആദ്യം രാജവാഴ്ച എന്താണെന്ന് ഒരു ഫോർമാറ്റിൽ കൊടുത്തു. ആശയം, പിന്നെ വിശദീകരണം. എന്നിട്ട് എഐയോട് പറഞ്ഞു, ഇനി ഇതേ ഫോർമാറ്റിൽ ജനാധിപത്യം എന്താണെന്ന് പറ. അപ്പോൾ എഐക്ക് കാര്യം മനസ്സിലായി. ആ ഒരൊറ്റ ഉദാഹരണത്തിൽ നിന്ന് അത് ആ പാറ്റേൺ പഠിച്ചെടുത്തു. എളുപ്പമല്ലേ? പക്ഷേ ചിലപ്പോൾ കാര്യങ്ങൾ ഇത്ര സിമ്പിൾ ആയിരിക്കില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പാറ്റേൺ കുറച്ചുകൂടി കോംപ്ലക്സ് ആണെങ്കിൽ ഒരൊറ്റ ഉദാഹരണം കണ്ടാൽ എഐക്ക് ചിലപ്പോൾ കൺഫ്യൂഷനാവും. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ അടുത്ത ടൂൾ ഉപയോഗിക്കുന്നത്, ടു ഷോട്ട് പ്രോംപ്റ്റിംഗ്. പേര് കേൾക്കുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു ഉദാഹരണത്തിനു പകരം 2 എണ്ണം കൊടുക്കുന്നു. ഈ എക്കണോമിക്സ് ഉദാഹരണം നോക്കൂ. ആദ്യം ഡിമാൻഡ് എന്താണെന്ന് പറയുന്നു, പിന്നെ സപ്ലൈ എന്താണെന്നും പറയുന്നു. 2 ഉദാഹരണങ്ങൾ കൊടുത്ത ശേഷം അതേ ഫോർമാറ്റിൽ മാർക്കറ്റ് ഇക്വിലിബ്രിയം വിശദീകരിക്കാൻ പറയുന്നു. 2 സാമ്പിൾ കിട്ടിയതുകൊണ്ട് എഐക്ക് ആ പാറ്റേൺ നല്ല ക്ലിയറായി. ഇനി തെറ്റുവരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ 5 ടൂളുകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ടൂൾ ബോക്സിലെ അവസാനത്തെയും ഒരുപക്ഷെ ഏറ്റവും പവർഫുൾ ആയതുമായ ഒരു ടെക്നിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിന്റെ പേരാണ് ചെയിൻ ഓഫ് തോട്ട് പ്രോംപ്റ്റിംഗ്, അതായത് ചിന്തകളുടെ ഒരു ശൃംഖല. ഒരു കണക്ക് ടീച്ചർ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നേരെ ഉത്തരം എഴുതുകയല്ലല്ലോ ചെയ്യുക, അല്ലേ? ഓരോ സ്റ്റെപ്പും ബോർഡിൽ എഴുതി കാണിക്കും. അതേപോലെ നമുക്ക് എഐയോട് ആവശ്യപ്പെടാം, എനിക്ക് ഫൈനൽ ആൻസർ മാത്രം പോരാ, നീ എങ്ങനെയാണ് ആ ഉത്തരത്തിലേക്ക് എത്തിയതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞതാ. ഈ കാൽക്കുലസ് പ്രോബ്ലം നോക്കൂ, ഓരോ സ്റ്റെപ്പും വ്യക്തമായി കാണിച്ചിരിക്കുന്നു. ഇങ്ങനെയൊരു ഉത്തരം കിട്ടിയാൽ നമുക്കത് മനസ്സിലാക്കാനും എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും എളുപ്പമാണ്. പ്രത്യേകിച്ച് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഇതൊരു രക്ഷകനായിരിക്കും. കുട്ടികൾക്ക് ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് വന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ ഇതിലും നല്ലൊരു വഴിയുണ്ടോ? അപ്പോ നമ്മുടെ ടൂൾ ബോക്സിലെ 6 ടെക്നിക്കുകളും നമ്മൾ പരിചയപ്പെട്ടു. ഇനി എഐയുമായുള്ള സംഭാഷണത്തിൽ നിയന്ത്രണം പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളാണ് ഡ്രൈവിംഗ് സീറ്റിൽ. ഓർക്കുക, എഐ ഒരു ഉപകരണം മാത്രമാണ്. അതിനെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും നിങ്ങളാണ്. ഈ ടെക്നിക്കുകളൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷേ ഇത് ശരിക്കും പഠിക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഫ്രീ എക്സസൈസ് ഷീറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലൊരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ചെയ്തു നോക്കൂ. കിട്ടുന്ന റിസൾട്ട് കണ്ട് നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. അപ്പോ അടുത്ത തവണ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.